വീട്ടിൽ ആടില്ലടി അമ്മ വളർത്തുന്നു. എന്നാ അപ്പയ്ക്ക് ഫോൺ മേടിച്ചിരുന്നേ? ഫോൺ പുത്തനാണ്. എന്നാ മേടിച്ചിരുന്നേ? UKG കഴിയട്ടെ. അപ്പയുടെ ഫോണ് പൊട്ടിയല്ലേ? ഞാനൊന്ന് UKG കഴിയട്ടെ എന്നോട്. UKG കഴിയുമ്പോൾ നീ LKG പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുവോ? അതോ വേറെ പണിക്ക് പോവോ? തൊഴിലുറപ്പിന് പോവോ? തൊഴിലുറപ്പിന് പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ടാണോ ഫോൺ മേടിച്ചിരുന്നേ? വൈകിട്ട് മീൻ മേടിച്ചോണ്ട് വരുമോ പണിയും കഴിഞ്ഞ് വരുമ്പം? UKGയിലാട്ടോ പണിക്ക് പോകുന്നത്. UKG കഴിഞ്ഞ് 1ാം ക്ലാസ് ആണ്. അന്നേരമാണോ തൊഴിലുറപ്പിന് പോകുന്നത്? വേറെന്തൊക്കെ മേടിച്ചു തരും? ഇഷ്ടമുള്ള സാധനം. അച്ചാച്ചിക്ക് എന്തോ മേടിച്ചു കൊടുക്കുന്നത്? അച്ചാച്ചിക്ക് ചുമ്മി വരുമ്പോ ഒരു കള്ളുണ്ടല്ലോ, അതാണോ മേടിച്ചു കൊടുക്കുന്നത്? പിന്നെ അപ്പി ഫിസാണോ മേടിച്ചു കൊടുക്കുന്നത് അച്ചാച്ചിക്ക്? അച്ചാച്ചിക്ക് അപ്പി ഫിസ് മേടിച്ചു കൊടുക്കും. പിന്നെ മാമനോ? ലിജോ ഇല്ലേ? അല്ല ലിജോ അല്ല, സുമി ഇല്ലേ? അപ്പി ഫിസ് കൊണ്ടുവരും. പിന്നെ മാമൻ എന്തോ മേടിച്ചു കൊടുക്കും? മാമന്റെ സൂപ്പർമാൻ്റെ ഫോണോ? അപ്പയ്ക്ക് ശിവയുടെ. അല്ല അപ്പോൾ അമ്മൂന് എന്തോ മേടിച്ചു കൊടുക്കുന്നത്? അമ്മൂന് ബ്ലാക്ക്മാൻ്റെ. എല്ലാവർക്കും ഫോണാണോ മേടിച്ചു കൊടുക്കുന്നത്? ഫോണും സ്കേറ്റിംഗ് ഷൂ ഉണ്ടല്ലേ? സുലോമയ്ക്കോ? സുലോമയ്ക്ക് ഒരു മരുന്ന്, കണ്ണട, മരുന്ന്, പിന്നെ ഒരു പുത്തൻ ഫോൺ, ഐഫോൺ. ദേവ് ചേച്ചിക്കോ? ഇതെല്ലാം 1ാം ക്ലാസ്സിൽ പഠിക്കും, തൊഴിലുറപ്പിന് പോയിട്ട് മേടിക്കുന്ന സാധനമാണ്. ദേവ് ചേച്ചിക്കോ? അപ്പയുടെ കൂട്ടുള്ള ഫോണോ? അപ്പയുടെ കൂട്ടെങ്ങനെ ഫോൺ ഇരിക്കുന്നത്? അപ്പയ്ക്ക് കയ്യും കാലും ഇല്ലേ? അപ്പയുടെ കൂട്ടിലുള്ള ഫോൺ ഇതുപോലത്തെ ഫോൺ പോലെ വേറെ അപ്പയുടെ കൂട്ടുള്ള ശിവയുടെ ഫോൺ. പിന്നെ അതുപോലെ എന്താ പറ്റിയിട്ടെ? കൊതുകുള്ള കടിയെല്ലാം മേടിച്ച് വെച്ചിട്ട് ചൊറിയുമോ ഇപ്പം? പിന്നെ ആർക്കാ? അച്ഛക്ക് എന്താ മേടിച്ചു കൊടുക്കടാ? അച്ഛൻ വരട്ടുന്നുണ്ട്, അച്ഛക്കൊന്നും ഇല്ലല്ലേ? എന്തേലും ഇച്ചിരി മേടിച്ചു കൊടുത്തു, തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് വരുന്നല്ലേ? ഒരു ബിസ്ക്കറ്റ് മാത്രം. അച്ഛക്കൊരു ബിസ്ക്കറ്റ് മാത്രമോ? ജാനുവിനും കൊക്കോയ്ക്കൊക്കെയോ? പാർലേജി. അച്ഛൻ എപ്പോഴും വരട്ടുന്നുണ്ട്, അച്ഛക്ക് മാത്രമാവും തൊഴിലുറപ്പിന് പോയിട്ട് വരുമ്പോൾ ഒന്നും മേടിച്ചിട്ട് വരില്ല കേട്ടോ. ഒരു മാങ്ങാണ്ടി. മാങ്ങാണ്ടിയോ? അച്ഛ കേക്കണ്ട. എല്ലായിടത്തും കുത്തി കാണാമല്ലോ. ഇതാ എൻ്റെ ഫോണിലെ പേന് ഇതെവിടെ ഇങ്ങനെ കുത്തിയോ? ഇതെങ്ങനെ എടുക്കും? അപ്പം എന്തോ മേടിച്ചോണ്ട് വന്നേന്ന് പറഞ്ഞു കൊടുത്തു എല്ലാവരോടും. നമ്മൾ ജമ്മുന്ന് വന്നപ്പോൾ സ്കേറ്റിംഗ് ഷൂ മേടിച്ചു, മുട്ട് പൊട്ടാതിരിക്കാനുള്ള സാധനം മേടിച്ചു, ഹെൽമെറ്റ് പിന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ഞങ്ങൾ ഭയങ്കര സ്കേറ്റിംഗ് ആട്ടോ, കുറേ ആയിട്ടോ പറയുന്നുണ്ട്. പക്ഷെ കാലെ കെട്ടിയിടുന്ന പുള്ളി ഓടാനല്ല നോക്കുന്നത്, പറക്കാനാണ് നോക്കുന്നത്. മറ്റൊരു കാർട്ടൂണില്ലേ ശിവയുടെ, ആ ചെക്കൻ പോകുന്ന പോലെ പോകാനാണ് നോക്കുന്നത്. പക്ഷെ കാലം സ്പീഡ് ഇങ്ങനെ കാലം കൊണ്ട് ഇങ്ങനെ തന്നെ പോകും പിടിക്കണ്ട്, അല്ലാണ്ട് വേറെ വരിയില്ല. ആണോ? ചിരിച്ച് അപ്പോൾ ചിരിക്കുന്നുള്ളു ചിരിച്ച്. അപ്പോഴേ നമുക്കൊരു കാര്യം ചെയ്യാം. താഴെ പോയിട്ട് ചീരയൊക്കെ ആയിട്ടുണ്ട്. ചീര നമ്മൾ പറിച്ചെടുത്ത് കെട്ടി തൂക്കി വിൽക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. വൈകിട്ടായതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കൽ കുറവാണ്. പക്ഷേ ബിവറേജിൻ്റെ അവിടെ ആകുമ്പോൾ ചേട്ടന്മാർ ചറപറാന്ന് മേടിച്ചോളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരുമാതിരി വിൽക്കാനുള്ള പച്ചക്കറി എല്ലാം നമ്മൾ ബിവറേജിൻ്റെ ഭാഗത്തൊക്കെ പോയി ഇങ്ങനെ വെറുതെ വണ്ടിയും കൊണ്ട് നിന്നാൽ വീട്ടിൽ പോകുന്ന ചേട്ടന്മാർ 2 മേടിച്ചിട്ട് പോകുമ്പോഴേ ഭാര്യനെ സോപ്പിടാനായിരിക്കും കൊണ്ടുവന്ന പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ അച്ചാച്ചിയുടെ വളമൊക്കെ കൊണ്ടുപോകാനുണ്ട് കേട്ടോ. കുഞ്ഞാവ് അത് വണ്ടിയെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മുന്നിൽ ചാടി ഗേറ്റിൽ എൻ്റെ കണ്ണ് തെറ്റിച്ച് ചിന്നുപെണ്ണുമ്പിള്ള. ഡി അമ്മായി, അമ്മായി, ചിന്നമ്മായി. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അത് ഞാൻ പറയാം കേട്ടോ. ഈ വീഡിയോ തീരുന്നതിന് മുന്നേ പറയാം. ഞാനിപ്പോൾ റോഡിൽ നിൽക്കുക, ചുറ്റിനും ആരൊക്കെയുണ്ട്. എനിക്കിപ്പോൾ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും കാണുമെങ്കിൽ പോലും എനിക്കത് ഇവിടെ നിന്ന് പറയാൻ ഞാൻ അത്ര കംഫർട്ടബിളല്ല. എൻ്റെ ഡാർലിംഗ് അവിടെ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ.
തങ്കക്കൂടെ വന്നിട്ടുണ്ട്, എൻ്റെ തങ്ക മനസ്സ്, അമ്മ മനസ്സ്. കിടുവിൻ്റെ ഇതൊന്ന് കാണിച്ചു കൊടുത്തേ, സ്കേറ്റിംഗ് ഷൂ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്തേ. ഞങ്ങൾക്ക് വേറെ കളർ കിട്ടിയില്ല, പക്ഷെ ഞങ്ങൾ സ്കേറ്റിംഗ് ഷൂ ഉണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, മുട്ടയെ കെട്ടുന്ന സാധനമുണ്ട്. ഇനി വീണാൽ മാത്രം മതി. ചിന്നു നീ പത്തായിട്ട് വാ. അത് ബീൻസ് പിന്നെ അത്ര ആവൂലേ? നമ്മൾ എത്രയും ചുറ്റിച്ചു വിടുന്നു അത്രയും ആവും. അമ്മേ വേണ്ട ഒരു സീരീസ് ചീര, അവിടെ അടുത്ത ചീര, ഇത് വേറെ കുറേ ചീര, ഇവിടെ കുറേ ചീര, പിന്നെ പ്രധാനമായും ഈ ക്യാപ്സിക്കം അല്ല, അത് മുളകായിട്ട് മാറി. അവിടെ കുറേ ചീര, പിന്നെതാ ഈ പച്ചച്ചീര, ഞങ്ങൾ വെള്ളച്ചീര എന്ന് പറയുന്ന ചീര. കത്തി അച്ചാച്ചനെ ഇഷ്ടം പോലെ. എടേ വന്നൊന്ന് കമന്ററി പറയാം എന്താ സംഭവം എന്നുള്ളത്. ഈച്ചകൾ നോക്കി, ഈ ചെടികളിലൊക്കെ കുത്തുന്ന അഴിച്ചെടുത്ത് കാണിച്ചു. അഴിക്കാന്നൊന്നും ഉള്ള ഈച്ച ചാടിപ്പോവും ജീവനുള്ള. ഇതേ ഫിറോമോൺ കെണി കണ്ട് ഇതിലൊരു ക്യാപ്സ്യൂൾ ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ഇങ്ങനെ അടയ്ക്കും. ഈ മണം പിടിച്ച് വന്ന് ചാടുന്നു. ഇതാണ് അച്ചാച്ചിയുടെ ക്യാപ്സിക്കം, പക്ഷെ നീളമുളക് ബജിമുളകായിട്ട്. ബജ്ജിമുളകല്ല ചാച്ചി, നീളമുളകാ ബജ്ജിയല്ല. ആവശ്യമുള്ളവര് ചോപ്പ് എടുക്കുന്നവരെടുക്കട്ടെ. ബാക്കി നാളെ ഇതും അതുകൂടെ കൊണ്ടുപോകാം രാവിലെ. പച്ച് ബാക്കി ഇതും കൂടെ രാവിലെ കൊണ്ടുപോകാം. ഉള്ളിക്കത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. നമ്മൾ വളവോ അതായത് കീടനാശിനി ഒന്നും ഉപയോഗിക്കുന്നില്ല, കംപ്ലീറ്റ് ജൈവ സാധനമാണ്. അപ്പോൾ പിന്നെ ഇച്ചിരി പുഴുവൊക്കെ കടിക്കും. എന്തോ ഒരു പരിപാടി. മോനുണ്ടാക്കി കഴിഞ്ഞിട്ട് പറ. അച്ചാച്ചി ഇവിടെ വള്ളി എടുത്തോണ്ടിരിക്കുക. ഒരുപടി കൂടെ എടുത്തു. എൻ്റെ കർഷകൻ്റെ വരവ് നോക്കിയേ, കണ്ണും മുഖമൊന്നും ഇല്ല, സ്പീഡ് അങ്ങ് മൂത്തു. സ്പീഡ് കുറച്ച് ഇവിടെ നോക്കി ചിരിച്ചു വന്ന് അമ്മൂൻ്റെ കൊടുത്തിട്ട് അടുത്ത് എടുത്തോണ്ട് പോവാ. ഏതൊക്കെ സിസ്റ്റം നോക്ക്. വണ്ടി സെൻട്രൽ സ്റ്റാൻഡിലിട്ടിട്ട് അതിൻ്റെ മേളി കുഴപ്പമില്ല, അതിനുള്ള വട്ടമില്ല ചേച്ചി. ഇല്ല കാല് ഇത് കണ്ടിട്ട് കടന്നു ചോദിക്കുക. പാളമെല്ലാം കിടപ്പുണ്ടോ ചേച്ചി ഇവിടെ? കിടു ഇങ്ങോട്ട് വരാന് മറന്നു അവനെ. എടുക്കണം.
നോക്കുന്നു തലയിരിച്ച് നോക്കുന്നൊക്കെ ചിന്നു. എടാ നിന്നെ തെളി ചിന്നമ്മേ. മോനെ തൂക്കണം മോനെ, തൂക്കിയിട്ട് കെട്ടാനല്ലേ. മോനെ വണ്ടി വരുന്നു, നീങ്ങിയല്ലേ കാറിൽ കയറിയിരുന്നു കിടു. അതല്ല ചോദിച്ചതിന് മറുപടി. എന്നാൽ 2 പിടിയും കൂടെ പറിച്ചുകൊണ്ട് പോകണേ ചേച്ചി പോകുമ്പോൾ. അല്ലെ വണ്ടിയിലോട്ട് പറിച്ചു കഴിഞ്ഞാൽ 2-3 ചുവന്ന ചീര എക്സ്ട്രാ പറിച്ചു കേട്ടോ. ആരാ അത്? ഒരു കള്ളക്കണ്ണ അവിടെ കാണുന്നുണ്ടല്ലോ, ഞാൻ കണ്ടു ചെറുതായിട്ട്. എന്റെ പൊന്നെന്തിനാ വഴക്കുണ്ടാക്കിയിരിക്കുന്നത്? എങ്കിൽ വാ. ഓർക്കുന്നുണ്ടോ നേരത്തെ ഇങ്ങനെ ചീര പിടിച്ചിട്ട് തമ്മിലെടുത്തത്? അതേപോലെ എനിക്ക് അങ്ങനെ ചീരകൽപ്പന തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് ചീരയൊക്കെ നമ്മൾ കൊടുത്തു. ആൾക്കാരുടെ പ്രൈവസി മാനിച്ച് നമ്മൾ വീഡിയോ എടുത്തില്ല എങ്കിലും ചീരകൾ നമ്മൾ കുറെ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഉള്ളൂ.